ഞാൻ എമ്മമ്പുരൂർ ചിറയൻകീഴിലാണ് ജനനം. ചിറയൻകീഴിൽ പുത്തമ്പംഗ്ലാവ് എന്ന് പറയുന്ന പുരവൂർ പുത്തമ്പംഗ്ലാവ് എന്ന് പറയുന്ന വീട്ടിലാണ് ജനിച്ചത്. പിതാവിൻ്റെ പേര് മുഹമ്മദ് ഖാസിം, മാതാവ് ഫാത്തിമ ബീവി. എൻ്റെ ബാല്യകാലം മുതൽ ഞാൻ എൻ്റെ പിതാവിനെക്കുറിച്ച് വളരെയേറെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഏതാണ്ട് ഒരു 80-85 വർഷത്തെ അപ്പുറത്ത് തന്നെ ചിറയൻകീഴിലെ കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളെ ഉത്തേജിപ്പിച്ച ഒരു വ്യക്തിയാണെന്ന് എൻ്റെ പിതാവ് മരിക്കുന്ന 1976 തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന തരംഗം എന്ന ഫോർട്ട് നൈറ്റിൽ പിതാവിനെക്കുറിച്ച് ലേഖനം ഉണ്ടായിരുന്നു. അതായത് ആ കാലഘട്ടത്തിലൊക്കെ എൻ്റെ ജനനത്തിനും വളരെ മുമ്പ് തന്നെ, ഞാൻ 45-ലാണ് ജനിക്കുന്നത്. അതിനൊരു 10-15 വർഷങ്ങൾക്കെങ്കിലും മുമ്പിൽ ചിറയൻകീഴിൽ ഒരുപാട് കലാപരിപാടികളും ഗുസ്തിയും സംഗീത കച്ചേരിയുമൊക്കെ എൻ്റെ പിതാവ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ കാലമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മുടെ അവിടെ തിയേറ്ററുകളൊന്നും വലിയ പ്രവർത്തന ഉള്ളതല്ല. അന്ന് ഈ കൊട്ട കെട്ടിയാണ് പരിപാടികൾ നടത്തുക. അപ്പോൾ ചിറയൻകീഴിൽ കൂന്തള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ഇപ്പോൾ ഇമാബി ഓഡിറ്റോറിയം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഓലക്കൊട്ട കെട്ടി, അതിന് SMK ടാക്കീസ് എന്ന് പേരിട്ടു. പിതാവിൻ്റെ പേര് മുഹമ്മദ് ഖാസിം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം SMK ടാക്കീസ് എന്ന് പേരിട്ടിട്ട് അവിടെ വിവിധ കലാപരിപാടികൾ നടത്തി. മലയാള നാടകങ്ങൾ, അതുപോലെ തന്നെ തമിഴ് നാടകങ്ങൾ, പിന്നെ വളരെ പ്രസിദ്ധരായ സംഗീതജ്ഞരെ കൊണ്ടുവന്ന് സംഗീത കച്ചേരികൾ. അന്ന് പ്രഗത്ഭരായ കേരളത്തിലുണ്ടായിരുന്ന പ്രമുഖ ഈ ഗുസ്തി താരങ്ങൾ, അന്ന് കേരള ഗാമി എന്നറിയപ്പെട്ടിരുന്ന മണക്കാട് നാരായണപിള്ള അടക്കമുള്ളവരെ അവിടെ കൊണ്ടുവന്ന് ഗുസ്തികളെല്ലാം നടത്തിയിട്ടുണ്ട്. അങ്ങനെ കോൺട്രാക്റ്റ് എടുത്തിട്ട് ടിക്കറ്റ് വെച്ച് പ്രോഗ്രാം നടത്തുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു അന്ന്. അതൊരു പക്ഷേ ചിറയൻകീഴ് താലൂക്കിൻ്റെ പിന്നീടുള്ള അവിടെ കലാസാഹിത്യ സാംസ്കാരിക ചരിത്രങ്ങൾക്ക് ഒരു പ്രചോദനമായി മാറിയെന്നാണ് ആ എഴുത്തുകാരൻ രഘുനാഥൻ അതിൻ്റെ പത്രാധിപർ അന്ന് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ എഴുതിയത്. നാടകക്കാരെ എല്ലാം പല സ്ഥലത്തു നിന്നും വരുത്തി. ഇപ്പോൾ വൈക്കം വാസുദേവനാർ, പിന്നെ മറ്റേ ഇവരൊക്കെ കൊണ്ടുള്ള സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവർ, അങ്ങനെയൊക്കെ ഉള്ള നാടകങ്ങൾ ബുക്ക് ചെയ്ത് നടത്തുകയാണ് പരിപാടി. പിന്നെ അതുപോലെ തന്നെ ആ നാടകം എന്ന് പറയുമ്പോൾ പിന്നെ തമിഴ് നാടകങ്ങൾ, സംഗീത കച്ചേരി എന്ന് പറഞ്ഞാൽ SD സുബ്ബയ്യയും MS സുബ്ബലക്ഷ്മിയും അന്ന് ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭരാണ്. SD സുബ്ബയ്യയും MS സുബ്ബലക്ഷ്മിയും ഒക്കെ അവിടെ വന്ന് കച്ചേരി നടത്തുകയാണ് ടിക്കറ്റ് വെച്ചുള്ള പ്രോഗ്രാം. അതൊക്കെ ചരിത്രത്തിൽ ആദ്യ സംഭവമാണ്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ 10-85 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് നമ്മുടെ ചിറയൻകീഴിലത്തെ കലാകാരന്മാരൊക്കെ അന്ന് ശങ്കരപ്പിള്ള സാറ് ഒക്കെ ചെറുതാണ്. അവരൊക്കെ കൂടി പോയ നസീറിനൊക്കെ ഒരു 10-15-16 വയസ്സ് വരുന്ന കാലം. ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന കലാകാരന്മാരെന്ന് പറഞ്ഞാൽ പഴയ ആളുകളെ ഒന്നും എനിക്കത്ര പിടിയില്ല. പുതിയതായിട്ട് പിന്നെ അതിന് ശേഷം വന്നവരാണ് ഈ പറഞ്ഞ G ശങ്കരപ്പിള്ള ആയാലും, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ എന്താ പറയുക, പ്രധാനമായിട്ട് GK പിള്ളയൊക്കെ ഇല്ലേ. GK പിള്ളയൊക്കെ അന്ന് പട്ടാളത്തിലൊക്കെ ആയിരുന്ന ഒരു കാലഘട്ടം. അത് തുടക്കത്തിലെ അങ്ങേര് വളരെ ചെറുപ്രായത്തിൽ പട്ടാളത്തിൽ പോയ ആളാണ് ബാല്യകാലത്ത്. എനിക്കൊന്ന് അയാൾ ഈ ഈ കുട്ടികളുടെ ഒരു പട്ടാളം ഉണ്ടല്ലോ ആ കാലത്ത്, അതിൽ കാലത്ത് ചേർന്ന് പോയ കക്ഷിയാണ് അദ്ദേഹം. അത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ. പുള്ളി എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് വിശദമായിട്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവരൊക്കെ ചെറുപ്പക്കാരാണ്, 15-16 വയസ്സിനപ്പുറത്ത് ആർക്കും ഇല്ല. അവരൊക്കെ ഇതിലേക്ക് തുടങ്ങാനുള്ള ചിന്തയിലേക്ക് വരുന്ന സമയമാണ്. അപ്പം ഞാൻ ഈ പറയുന്ന സമയത്തില്ല. 1945-ലാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ജനിക്കുന്നതിന് 10-15-20 വർഷത്തിന് മുമ്പ് തന്നെ പുള്ളി ഇതൊക്കെ നടത്തുകയാണ്. അതിങ്ങനെ അയാൾ പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഒരു ദശാബ്ദത്തിലധികം കാലം ഈ എല്ലാം കൈകാര്യം ചെയ്ത ആളാണെന്നാണ് പറയുന്നത്. അന്ന് വാപ്പായുടെ കൂടെ നടക്കുന്ന 2-3 പേരെന്ന് പറയുന്നത്, ഒന്ന് KM പനയത്തറ എന്ന് പറയും, നാടകരംഗത്ത് പിന്നീട് വളരെയേറെ കാര്യങ്ങൾ ചെയ്ത ആളാണ് അദ്ദേഹം. KM പനയത്തറയുടെ കൂടെ ഒരു പ്രഭാകരൻ, അതുപോലെ തന്നെ വേറൊരു കക്ഷി എന്ന് പറയുന്നത് നവാസ് ഉണ്ടായിരുന്നു കൂടെ. ഈ കാര്യങ്ങളിൽ പ്രേംനവാസും കൂടെ കൂടും. അന്ന് പ്രേംനവാസൊന്നും അല്ല, അബ്ദുൽ ഖാദറും അബ്ദുൽ വഹാബുമാണ്. വഹാബ് എന്നാണ് പേര്. അബ്ദുൽ ഖാദർ നസീർ ഇവരൊക്കെ പഠിക്കുന്ന കാലം. അപ്പോൾ ഇവർ ഇത് അടുത്ത കാലത്ത് ചിറയൻകീഴ് ഈ ഒരു ലേഖനത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രേം നസീറിനോടൊപ്പം പഠിച്ച ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ 93-ാമത്തെ വയസ്സ്. അദ്ദേഹവും ഞാനുമായിട്ട് സംസാരിച്ചു ഈ വിവരങ്ങൾ. അപ്പോൾ ആ ലേഖനത്തിൽ പുള്ളി പറഞ്ഞത് തന്നെ ഈ വഹാബും നസീറും ഇവരുമൊക്കെ ഇങ്ങനെ ഇദ്ദേഹം ഇസ്മായിൽ എന്നങ്ങോട്ടാണ് പേര്, ഞാൻ പറയാം. അദ്ദേഹമൊക്കെ കൂടെ ഇങ്ങനെ വന്നിട്ട്, അപ്പോൾ വരുമ്പോൾ ആ ജംഗ്ഷനിൽ വരുമ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അന്ന് ചെറുപ്രായം പ്രൈമറി വിഭാഗത്തിൽ പഠിക്കുന്ന കാലത്ത്, ഒരു പ്രൈമറിയിലാണ് ആ കാലത്ത്, വരുമ്പോൾ ഈ ജംഗ്ഷനിൽ ഈ കടയിൽ നിന്ന് പാട്ട് കേൾക്കും. എങ്ങനത്തെ പാട്ട്?
മറ്റേ പഴയ ഗ്രാമഫോൺ റെക്കോർഡുകൾ, മനോഹരമായ ഹിന്ദി ഗാനങ്ങളും ഒക്കെ ഇങ്ങനെ മലയാള ഗാനങ്ങളും ഒക്കെ അതിൽ ഇടും. അപ്പോൾ വാപ്പ ഇതിലൊരു താല്പര്യം കൊണ്ടാണിത്. ഇവരവിടെ നിന്ന് കേൾക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇവരില്ല, അദ്ദേഹമാണ് പറഞ്ഞത്. ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കും. അപ്പോഴേ വാപ്പായെക്കുറിച്ച് അവർക്കൊക്കെ ഒരു ഇത്. പിന്നെ മാത്രമല്ല സാംസ്കാരിക രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അന്ന് ഈ മുസ്ലിംസ് ഒന്നും തലയിൽ മുടിയൊന്നും വളർത്തില്ല, മുടി വളർത്തുന്ന പ്രകൃതമില്ല, എല്ലാം മുട്ടയടിക്കും. പാപ്പയാണ് ആദ്യമായിട്ട് മുടി വളർത്തി. അതിനൊക്കെ പള്ളിയുടെ നടപടിയൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇതൊന്നും അതിനാക്കി. അപ്പോൾ അങ്ങനെ ഏതൊരു കാലത്തും അതുപോലെ തന്നെ ഈ സാധാരണ ജനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ വളരെ പണ്ട് അതിനു മുമ്പ് കുറേ കാലം ചായ കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു, വളരെ മുമ്പ്. അപ്പോൾ ആ ചായ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെ പരിസരത്തുള്ള ഈ നായേഴ്സും ഒരുവനൊക്കെ ചായ കടയിൽ വരും. അപ്പോൾ അവിടെ അതിനേക്കാളും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഈ താഴ്ന്ന വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളും അവിടെ വരും. അവിടെ കൂടുതൽ ഈ ദലിതരെന്ന് പറയുന്ന വിഭാഗം ആ ഭാഗത്തുണ്ട്. ഈ കിടുവലത്താണ് സംഭവം. അപ്പോൾ ദലിതരുടെ ഭാഗത്ത് ഉള്ള അവർ വന്ന് അവരും ചായ കുടിക്കുമ്പോൾ അവർക്കും പാപ്പ ഗ്ലാസ് ചായ കൊടുക്കും. അപ്പോൾ മറ്റുള്ളവരെല്ലാം കൂടെ അന്നത്തെ പ്രമാണികളെല്ലാം കൂടെ മമാസിനെ ഇതൊന്നും നടക്കില്ല, സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇത് ഞാനേ ചായ നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിച്ചാൽ മതി, ഞാൻ ചായ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചായ തരുന്ന അവർ കുടിച്ചിട്ട് പോയി അതേ ഗ്ലാസ് കഴുകി 2 തവണ കഴുകി ചൂടുവെള്ളവും ചേർത്ത് കഴുകിയാണ് തരുന്നത്, വേണമെന്നുള്ളതും കുടിച്ചാൽ മതി. അപ്പോൾ അന്നത്തെ കാലത്ത് അവരാരും എതിർത്തെന്ന് പറഞ്ഞ് പുള്ളി അങ്ങനെ അംഗീകരിക്കുന്ന ഒരു സ്വഭാവമില്ല, വഹിക്കില്ല. ഇവിടുന്ന് അവർ പരാജയപ്പെട്ടു പോവുകയും വീണ്ടും ഈ ചായക്കട തുറന്ന് നടത്തുകയും തിരിച്ച് അന്ന് അവർ കുടിച്ച പാത്രത്തിൽ തന്നെ മറ്റുള്ളവർ വന്ന് കുടിക്കാനും തുടങ്ങി. അതുപോലെ ആയി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ സജീവമായിട്ട് ഇടപെടുകയും അത്തരം പ്രശ്നങ്ങളിലൊക്കെ തന്നെ ബന്ധപ്പെടും. അതുപോലെ തന്നെ വേറെ വിചിത്രമായ പല സംഭവങ്ങളും ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകണില്ല. പോയാൽ പലരുടെയും പേരുകൾ എടുത്ത് പറയേണ്ടി വരും. പിന്നെ മാത്രമല്ല മതത്തിനകത്ത് പോലും അന്ന് ഇപ്പോൾ തന്നെ ഈ ഒരേ മതത്തിനകത്ത് തന്നെ അഭിപ്രായ ഭിന്നതകളുണ്ട്. ഇപ്പോൾ തന്നെ കുമാരനാശാനെ പോലും പന്തിയിൽ ഊണ് കഴിക്കാൻ ഇരുന്നപ്പോൾ അവരുടെ സമുദായത്തിൽ നിന്നുള്ളവർ പിടിച്ചിളക്കി വിട്ട് കുറഞ്ഞ ആളെന്നും പറഞ്ഞു. അത് ചരിത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വാപ്പ ഇതിനെയെല്ലാം അതിജീവിച്ച് അവിടെ ഇതെല്ലാം നടത്തിയെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ ഈ തമിഴ് നാടകം നടക്കുമ്പോൾ, അതായത് മലയാള നാടകങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് പേരുകളപ്പോൾ ഓർമ്മയില്ല, പിന്നെ ടിക്കറ്റിനൊക്കെ പല കാലം വെച്ചിരുന്നു, പിന്നെ എല്ലാം പോയി കയ്യിൽ നിന്ന്. അപ്പോൾ ആ നാടകം നടക്കുന്ന കാലത്താണ് ഒരിക്കൽ ഈ തമിഴ് നാടകം നടക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു അമേച്ചർ നാടകം ഇവിടെ ആളുകൾ കളിച്ച്, എന്നാൽ നസീറൊക്കെ ഉണ്ട്. അപ്പോൾ ആ നാടകത്തിൽ, അതായത് തമിഴ് നാടകം വരുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ഒരു നാടകം ഇവർക്കൊക്കെ കൂടെ കളിച്ച്. അതിലിപ്പോൾ KM പനേത്ര, ഈ പറഞ്ഞ പ്രഭാകരൻ, അതുപോലെ തന്നെ അവർ, പിന്നെ വേറെ ആരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഓർമ്മയില്ല. അപ്പോൾ ആ നാടകത്തിൽ പ്രേം നസീറാണ് സലീം രാജകുമാരൻ്റെ വേഷം എടുത്തത്. അപ്പോൾ ഈ നാടകം ഈ തമിഴ് നാടക സംഘം കാണാനിടയായി. തമിഴ് നാടക സംഘത്തിൽ അന്ന് SV സുബ്ബയ്യ ആയിരുന്നു അതിൽ ലീഡ്, അതിൻ്റെ സംഘാടകനുമൊക്കെ. SV സുബ്ബയ്യ എന്ന് പറയുന്ന ആൾ SD അല്ല, അത് കച്ചേരി. SV സുബ്ബയ്യ എന്ന് പറയുന്ന ആളെന്ന് തമിഴിലെ പ്രഗത്ഭനായ സിനിമാ നടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രൂപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ചില്ലറ കാര്യമല്ല. അന്നൊക്കെ അത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. തമിഴ്നാട്ടിലെ ഒരു പ്രമുഖനായ നടൻ പങ്കെടുക്കുന്ന ആലോചിച്ച് നോക്കി എത്ര വർഷത്തിന് മുമ്പ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ഈ നാടകം കളിക്കാൻ വന്നവർ നേരത്തെ എത്തി. അപ്പോൾ ഇവിടെ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നാടകം അതിൽ ആർട്ടിസ്റ്റുകളെല്ലാം ഇരുന്ന് കാണുന്നു. കണ്ടിട്ട് നസീറിൻ്റെ അഭിനയം കണ്ടിട്ട് അതിലെ നടി പറഞ്ഞു, എൻ്റെ ഫാദറിനെ വിളിച്ച് പറഞ്ഞു അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടുത്തിരാൻ പറഞ്ഞ പയ്യനാണ്. അങ്ങനെ വിളിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചൊരു കൂട്ടരും അങ്ങനെ SV സുബ്ബയ്യ എടുത്ത് പറഞ്ഞിട്ട് തമിഴിലല്ലേ അവർ പറയുന്നത്, ഈ പുള്ളി കൊള്ളാം, സിനിമയ്ക്ക് ഗംഭീരമായിരിക്കും എന്ന് പറഞ്ഞാൽ പരസ്പരം അവർ ബന്ധപ്പെടുകയും പരിചയപ്പെടുകയും അഡ്രസ്സൊക്കെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് അതുമായിട്ട് പാപ്പായുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഒരു സുഹൃത്ത് രംഗതാനാശാരിയുണ്ട് അന്ന് എല്ലാത്തിലും. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഈ വിവരം, ഇങ്ങനെ സംഭവം നടന്നെന്നും ആ സ്ത്രീക്ക് ഈ അഭിനയം, നസീറിൻ്റെ അഭിനയം ആ പ്രമുഖ നടിക്ക് ഇഷ്ടപ്പെട്ടെന്നും അങ്ങനെ ആണ് വിളിച്ച് പരിചയപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പൂപ്പൻ എന്ന് പറയുന്നത് പുള്ളിക്ക് അവിടെ ഞങ്ങളുടെ ഞാൻ താമസിച്ചിരുന്ന ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കടയുണ്ട്. ആൾ വളരെ സരസനായിരുന്നു. സരസൻ എന്ന് പറഞ്ഞാൽ ആളൊരു കവി മനസ്സുള്ള ആളായിരുന്നു. കാര്യം ഞാൻ ജനിക്കുമ്പോൾ എന്നെ താരാട്ട് പാട്ടി ഉറക്കിയത് എൻ്റെ മാതാവ്, എൻ്റെ പിതാവ് എഴുതിയ വരികൾ കൊണ്ടാണ്. അത് എടുത്തു പറയേണ്ട സംഭവമാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എന്നെ താരാട്ട് പാട്ടി ഉറക്കിയത് എൻ്റെ മാതാവിൻ്റെ പിതാവ് എഴുതിയ പാട്ടാണ്. ആ പാട്ടിൻ്റെ വരികൾ എനിക്ക് ഓർമ്മയില്ലെങ്കിലും ചിലത് പറയാം. അത് എന്ന് പറയുമ്പോൾ മലയാള ഭാഷയൊക്കെ അന്ന് വളരെ ഇത്രയും പുരോഗമിച്ചിട്ടില്ലാത്ത കാലത്താണ് ഈ സംഭവം. അപ്പോൾ അദ്ദേഹം എഴുതി,
കൊല്ലം നൽ മലയാളം മലയാള വർഷം കൊല്ലം നൽ മലയാളം 121 തുലാം 30 പൂരിട്ടാതി നാളിൽ അവിടെ ഈ വീടിനെക്കുറിച്ചൊക്കെ പിന്നെ പറഞ്ഞിട്ട് പറയും. അതിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ പേര് വരും. എൻ്റെ പിതാവിൻ്റെ മാതാവിൻ്റെ പേരും അതുമെല്ലാം ചേർന്നിട്ട് എൻ്റെ വയസ്സല്ല എൻ്റെ ജനന തീയതിയെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. അതാണ് കൊല്ലം നൽ മലയാളം 121 തുലാം 30 പൂരിട്ടാതി നാളിൽ ഇത്തലത്തിൽ വെച്ച് പെറ്റോർ നാമം മുഹമ്മദ് ഫാത്തിമായുമെന്ന്. മുഹമ്മദ് ഖാസിം പിതാവും മുഹമ്മദ് ഫാത്തിമായും ഇച്ചൊന്ന നാമം മാതാപിതാക്കൾക്ക് ഇമ്പമായി വന്ന പുത്രൻ നാമം പറയിൽ മുഹമ്മദ് അഷറഫ് ഖാൻ. എത്രയോ വർഷം മുമ്പുള്ളതാണ്. ഇത്രയൊക്കെ അല്ലേ ഓർക്കാൻ പറ്റും എന്നെ പാടി ഉറക്കിയ പാട്ട്. അപ്പോൾ അതിൻ്റെ അംശം എൻ്റെ മനസ്സിലുണ്ടായത് കൊണ്ടാണ് പിന്നീട് ഞാൻ ഇഷ്ടം പോലെ ഇത് ജീവിക്കാൻ എനിക്ക് ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ബാല്യകാലം മുതൽ എഴുതുന്ന കവിതകൾക്ക് പൈസ കിട്ടുമായിരുന്നു. അതായതൊരു വിശേഷപ്പെട്ട സംഭവമാണത്. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ ഉപ്പപ്പ ഞങ്ങളങ്ങനെയാണ് വിളിക്കുക. ഉപ്പപ്പായുടെ കടയുടെ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ തിണ്ണയിലിരിക്കുമ്പോൾ ഈ അതിൻ്റെ വീട്ടിന് ആ കടയുടെ ഫ്രണ്ടിലൊരു ആൽമരം നിൽപ്പുണ്ട്. ആൽമരത്തിൽ നിന്ന് ഇലകൾ ഇങ്ങനെ ചേറി വീണുകൊണ്ടിരിക്കുന്നു. ആ ഇലകൾ ഞാനിങ്ങനെ പറക്കിയെടുക്കുകയാണ്. ഈ ഇലകൾ പറക്കിയെടുത്തിട്ട് അങ്ങനെ കൊണ്ടുവയ്ക്കും. ആ ഇല അപ്പോൾ പറക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഇല പറക്കി മാറ്റി കൊടുത്താൽ ശർക്കര തരും. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഈ തിണ്ണയിലിരിക്കുമ്പോൾ ഇല പറക്കി തീർന്ന എന്നൊരു ചോദ്യം. ഇതാണ് എൻ്റെ ബ്രെയിനിൽ ആദ്യം വീണ ശബ്ദം. ഒരുപാട് ശബ്ദങ്ങൾ മുമ്പ് നമ്മൾ കേട്ടിരിക്കാം, പക്ഷേ എൻ്റെ ചെവിയിൽ ആദ്യം വീഴുന്ന ശബ്ദം ഈ ശബ്ദമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ആദ്യമായി അവൻ എങ്ങനെയാണ് ഞാനിവിടെ ജീവിച്ചിരിക്കുന്നു, ഞാൻ ഈ ഭൂമിയിലുണ്ട് എന്നുള്ള ബോധം എൻ്റെ മസ്തിഷ്കത്തിലേക്ക് വരുത്തിയത് ആ ശബ്ദമാണ്. അതാണ് എൻ്റെ ജനനത്തെക്കുറിച്ച് എൻ്റെ ആദ്യത്തെ ഓർമ്മ. ആ ഓർമ്മയിലൂടെ ഞാൻ ഇങ്ങനെ വന്ന് പിന്നെ വളർന്ന് കാലഘട്ടങ്ങളായി. ഇതിനിടയ്ക്ക് എന്നെ എല്ലാ കാര്യത്തിലും ഞാൻ ചെറുതാണെങ്കിലും വളരെ കാര്യങ്ങളിലൊക്കെ താല്പര്യമായിട്ട് ഇടപെടും. അപ്പോൾ എൻ്റെ ബാല്യം എന്ന് പറഞ്ഞാൽ അക്ഷരം തുടങ്ങുന്ന ആരാണെന്നറിയാം. അക്ഷരം എഴുതി തുടങ്ങുന്നത് ഈ കേരളത്തിലെ ലാ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്ന എം കൃഷ്ണൻ നായർ. ഈ ലാ അക്കാഡമി എന്ന് പറയുന്ന ആശയം തന്നെ സാർ കൊടുത്തതെന്നാണ് പറയുന്നത് എം കൃഷ്ണൻ നായർ സാർ. അദ്ദേഹം പുരവൂർ ജനിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മാധവൻപിള്ള എന്ന് പറയുന്ന സാറ്, അദ്ദേഹമാണ് എന്നെ അക്ഷരം തുടങ്ങിച്ചത്. അപ്പോൾ ഈ മാധവൻപിള്ള സാർ അക്ഷരം തുടങ്ങിച്ചാറൊക്കെ പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാര്യങ്ങളെല്ലാം മലയാള ഭാഷയെക്കുറിച്ചും അങ്ങോട്ടുള്ള കാര്യങ്ങളിലെല്ലാം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അപ്പോൾ പഠനകാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു കുട്ടമ്പിള്ള സാറാണ്. അങ്ങേരായിരുന്നു അവിടുത്തെ ഹെഡ് മാസ്റ്റർ. അങ്ങേര് നല്ല അച്ചടക്കമുള്ള ആളാണ്. എന്നെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തെ പോലെ തന്നെ വേറൊരു കാര്യം കൂടെ പങ്കെടുത്തിട്ടുണ്ട്. മാധവൻപിള്ള സാറിന് നമ്മളെ ഈ അക്ഷരമേളത്തിൽ തുടങ്ങിച്ച് അനുഗ്രഹിച്ച് വിട്ട്, അതാണല്ലോ പ്രധാനം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഈ പുരവൂരിൽ തന്നെ ഒരു പത്മനാഭൻ വൈദ്യനുണ്ടായിരുന്നു. ആൾ സംസ്കൃത പണ്ഡിതനൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ കാണുമ്പോൾ എനിക്ക് മൂത്രം പോലെ സ്ഥിതിയാണ്. അവിടെ പുള്ളി വരുമ്പോൾ കിടക്കും, അറിയാം. പക്ഷേ അദ്ദേഹം അയാൾ വന്ന് ഇങ്ങനെ എഴുതാൻ പറയും. ഖഡ്ഗം, ചടുതി, കൊച്ചു പ്രായത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. എന്തായാലും അങ്ങേരെ കാണുമ്പോൾ ഭയം ഉണ്ടായിരുന്നെങ്കിലും പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ തല്ലിന് ഫലമുണ്ടായി. ഏത് വേദിയിലും കയറി നിന്ന് ശക്തമായി സംസാരിക്കാനുള്ള ഒരു സാന്നിധ്യം, ഒരു മന സാന്നിധ്യം നേടിയെടുക്കാനൊക്കെ കഴിഞ്ഞ ആ ബാല്യകാലമാണ്. പിന്നെ ഹൈസ്കൂൾ കാലമാകുമ്പോൾ ചെറിയങ്കീഴ് ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരനും പിന്നെ പ്രേംനസീറിൻ്റെ ഏറ്റവും ഇളയ അനുജൻ അഷ്റഫ് എന്നാണ് അയാളുടെ പേര്. ഏറ്റവും ഇളയ അനിയൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ മദറിലുള്ളതാണ്. ആ ഏറ്റവും ഇളയ അനുജൻ അഷ്റഫും ഒക്കെ കൂടെ വന്ന് വിളിച്ചുകൊണ്ടാണ് അന്ന് പോകുന്നത്. അന്ന് ഇവർ കൂടെ കാണും. പിന്നെ ഇപ്പോൾ ന്യൂ ഇന്ത്യ സ്കൂൾ നടത്തുന്ന ജയഭാരത് ആറ്റിങ്ങിൽ ജയഭാരത് സ്കൂൾ നടത്തുന്ന ഫസലുദ്ദീൻ, ഈ ചെറിയങ്കീഴ് ബഷീർ, ഈ പറഞ്ഞ അഷ്റഫ്, ആ കൂട്ടത്തിൽ നസീറിൻ്റെ ഇളയനി, ആ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞവരൊക്കെ കണിശാശി, ഒരു മാതമ്പിള്ളയുടെ ഒരു രവി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ, ഒരു നാഗപ്പൻ, ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഞങ്ങൾ ഇങ്ങനെ പോണത് സ്കൂളിൽ വരുന്ന വഴിക്ക് ആറ്റങ്ങ ഒക്കെ വരുമ്പം ഉണ്ണിയും കൂടെ കൂടും. ഉണ്ണി സാർ ഞാൻ ഉണ്ണി എന്നൊക്കെ പണ്ടേ നമ്മൾ അങ്ങനെയാണ് വിളിച്ചു പോകണം. അത് വേദിയിലും പറഞ്ഞു. അപ്പോൾ ആറ്റിങ്ങൽ ഉണ്ണിയും ഞങ്ങളും ഒക്കെ അങ്ങനെ കൂട്ടും. അവിടെ കൂടെ ആ കൂട്ടത്തിൽ വേറൊരു ജനാർദ്ദൻ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു, ഇത്തിരി കലാബോധമൊക്കെ ഉള്ള. അങ്ങനെ എല്ലാം കൂടെ അങ്ങ് ആറ്റിങ്ങൽ സ്കൂളിൽ പോവുകയാണ്. അതാണ് അപ്പോൾ എൻ്റെ ആ ചെറിയ പരുവത്തിൽ നിന്നുള്ള ആ സ്കൂളിലേക്കുള്ള ഹൈസ്കൂൾ തലത്തിലേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ ഒരവസ്ഥ.
അതുപോലെ തന്നെ ഞാൻ അന്ന് ഈ അപ്പുക്കുട്ടൻ അമ്പാവർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ. അപ്പോൾ ഈ പുരവൂരിലുള്ള അപ്പുക്കുട്ടൻ അമ്പാവർക്ക് അവിടെ ഒരു മുറുകാങ്കടയുണ്ട്, ഹാർമോണിയം വായിക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യകാല പാട്ടുകളെല്ലാം ആദ്യം അതൊരു 10-12 വയസ്സപ്പോൾ അയാൾ ചെയ്തു തുടങ്ങിയാൻ എൻ്റെ ചെറുപ്രായം മുതൽ ഞാൻ എഴുതുമായിരുന്നു. അപ്പോൾ അന്ന് പോലെ എഴുതുന്ന ഏത് വരെയും കമ്പോസ് ചെയ്തിട്ട് അവിടുത്തെ നാടകങ്ങളിൽ പാടി എടുക്കുകയും പിന്നീട് അയാൾ കഥാപ്രസംഗം അവതരിപ്പിക്കുകയും ഒക്കെ പല കാര്യത്തിലും വന്നിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് പഴയ കഥകളാണ്. ചെറുപ്പത്തിൽ ഞാൻ അവിടെ കുത്തിയിരിക്കുമ്പോഴാണ് ആ പുരവൂർ പാലത്തിൽ നിന്ന് KMKS വണ്ടി എങ്കിൽ നിന്ന് വെള്ളത്തിനടി വീണുപോയി. അതിലാണ് നമ്മുടെ ശങ്കരപ്പിള്ള സാറിൻ്റെ അച്ഛൻ മരിച്ചത്, ഗോപാലപിള്ള സാർ. ആറ്റിങ്ങൽ ചെറിയത്തെ ഗോപാലപിള്ള സാർ. ആറ്റിങ്ങൽ ഡയറ്റിലെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർമാരിൽ ഒരാളായിരുന്നു സാറെന്നല്ല പട്ടകൽപ്പന എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണമെന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ആറ്റിങ്ങലൊരു വാമനപുരം വസന്തകുമാരി എന്ന് പറഞ്ഞൊരു കഥാപ്രസംഗകാരി ഉണ്ടായിരുന്നു, കാതിക. അവരുടെ ഒരു ബ്രദറും 2 പേരും ആ അപകടത്തിൽ മരിച്ചു. മനസ്സിൽ നിന്ന് പോയിട്ടില്ല എത്ര കാലം ചെന്നാലും ആ അനുഭവങ്ങൾ. ഈ നദിയിലാണ് ഇത് വണ്ടി വീഴുന്നത് ഒക്കെ നമ്മളെ ത്രസിപ്പിച്ച ബുദ്ധിമുട്ടുണ്ടാക്കിയ അനുഭവങ്ങളാണ്. വിഷമങ്ങൾ മനസ്സിൽ മനപ്രയാസം ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. അവിടുത്തെ അന്നത്തെ പ്രധാനാധ്യാപകൻ ശങ്കരൻ നായർ സാറായിരുന്നു. അദ്ദേഹം പോയതിന് ശേഷം പിന്നെ അടുത്ത് വന്നത് വളരെ പ്രസിദ്ധനായ ഒരു കവിയാണ് MB അപ്പൻ സാറൊക്കെ അവിടെ ആറ്റിങ്ങൽ ബോയ്സ് ഹൈസ്കൂളിൽ ഉള്ള കാലത്ത് ഞാൻ അവിടെ പഠിക്കുകയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു 60 കാലഘട്ടങ്ങളൊക്കെയാണ്. ശരിക്കും നല്ല പിന്നെ രേഖകളെടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റും, മെമ്മറിയൊക്കെ ഇങ്ങനെ കുറവുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ നല്ല അധ്യയനമാണ് നടക്കുന്നത്. കാര്യം വളരെ സ്ട്രിക്റ്റായിട്ടുള്ള അധ്യാപകരാണ്. പിന്നെ പ്രമുഖ അധ്യാപകരെന്ന് പറയുന്ന ഒന്ന് ഗുരുദാസ് സാറ്, ഞാൻ പഠിക്കുമ്പോൾ. പിന്നെ അന്നത്തെ വേറൊരു പ്രസിദ്ധനായ സാറാണ് ഗോപി സാർ. അങ്ങനെ പറഞ്ഞാൽ അറിഞ്ഞുകൂടാ, കട്ടുറുമ്പ് ഗോപി സാറെന്ന് പറയണം. പിന്നെ ഞങ്ങളൊക്കെ ഗന്ധർവനെന്ന് വിളിച്ചിരുന്ന ഒരു സുന്ദരനുണ്ടായിരുന്നു, ദാമോദരൻ നായർ സാർ. അയാൾ പിന്നീട് SNV ഹൈസ്കൂളിലോ അവിടെ ഏതോ തിരുവനന്തപുരത്ത് വലിയ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തതാണ്. പിന്നെ ഗോപി സാറ് ഇവിടെ ഉണ്ടല്ലോ, മറ്റേ കണക്ക് പഠിപ്പിക്കുന്ന കാളി ഗോപി സാറെന്നാണ് വിളിക്കുക. ഇവിടെ വേഷം കെട്ടുന്നു. അത് മിടുക്കനാണ് കേട്ടോ, നല്ല സ്നേഹസമ്പന്നനാണ്. പക്ഷെ ഇവരൊന്നും പഠിപ്പിച്ചിട്ട് ഞാൻ കണക്കിന് ചെയ്തില്ല, തോറ്റുപോയി. അവസാനം ഒരു കൃഷ്ണൻ സാറുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമ്മളെ പഴയ ഇലക്ട്രിസിറ്റി ഓഫീസില്ലേ, അങ്ങ് മെയിൻ ഓഫീസ് കിടന്ന അപ്പുറത്ത് ഗേൾസിൻ്റെ അങ്ങോട്ട് പോണ വഴിക്ക് വലതുവശത്ത് ഒരു വീട്ടിൽ താമസിച്ചിരുന്ന കടവുള്ള ഒരു കൃഷ്ണൻ സാറ്. പുള്ളിയാണ് എന്നെ കണക്ക് പഠിപ്പിച്ചു. അങ്ങനെ അവസാനം ഞാൻ തോറ്റുപോയില്ല, പള്ളിക്കൂടം തോറ്റു. പിന്നെ ഇങ്ങേര് പഠിപ്പിച്ചിട്ട് അങ്ങേരൊക്കെ ഒന്ന് കാത്തു നിന്നു പരീക്ഷ എഴുതിയിട്ട് തുടങ്ങിയപ്പോൾ. എങ്ങനെ ഉണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് ഒരു 10-20 മാർക്ക് കിട്ടും സാറേ. എന്താ നീ ജയിക്കൂടാന്ന് പറഞ്ഞു. ഇത്രയും കിട്ടും ജയിക്കും എന്തായാലും. അപ്പോഴാണ് ജയിച്ചത് പള്ളിക്കൂടത്ത്. അപ്പോൾ ഈ പറയുന്ന ആ അധ്യാപകരൊക്കെ അന്ന് ആത്മാർത്ഥതയുള്ളവരായിരുന്നു. ഒരു ശിശുപാലൻ സാറ്, കാലിനൊരു വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു നാരായണൻ നായർ സാറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദലിത് സമുദായത്തിൽപ്പെടുന്നതാണ്. അയാൾ കവിത എഴുതിയിട്ട് പാണ്ഡിത്യമുള്ള ആളാണ്, വളരെ സരസനാണ്. ഒരിക്കൽ നമ്മളെ തുളസി ഹോട്ടലിൽ ഇങ്ങനെ ചായ കുടിച്ചിട്ട് കുടയോടെ വെച്ചിട്ട് ചായ കുടിക്കാൻ പോയിരുന്നു നാരായണ സാർ. അപ്പോൾ ആ സമയത്ത് ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം ഈ കുടയും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഉള്ളവരുള്ളെങ്കിൽ ഈ കുടയും എടുത്തുകൊണ്ട് അങ്ങ് പോയി. അപ്പോൾ പുള്ളി പിറവെന്ന് ഓടി ചെന്ന് പിടിച്ചെടുത്തിട്ട് ചോദിച്ചു, നിങ്ങൾ? അപ്പോൾ അയാൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു. നാരായണ സാറാണ്? അല്ലല്ല, ഞാൻ നാരായണ സാറല്ലെങ്കിൽ അത് നാരായണൻ്റെ കുട ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട്. മനസ്സിലായ സംഭവം?